എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ചോതി നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ 2025. Six of Wands, Six of Pentacles, Page of Swords, Strength card, Judgment, and finally Justice energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പല കാര്യങ്ങളിലും സാധ്യതകളുടെ ഒരു സമയമാണ്. നിങ്ങൾ മടിച്ചു നിന്ന് അറച്ചു നിന്ന് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമയമാണ്. ആദ്യം തന്നെ 6 of Wands എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ പുറകോട്ടേക്കാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിരുന്നതിലൊക്കെ നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഫൈനലി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് കാര്യങ്ങളൊന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തികമൊന്നും ആയി തുടങ്ങിയിട്ടില്ലാത്തവർക്ക് അതിലൂടെയൊക്കെ വരുമാനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വിജയ സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അവിശ്വസനീയമായിട്ടുള്ള സാധ്യതകൾ ജീവിതത്തിൽ നൽകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങളെ പഠിക്കാനായിട്ട്, നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ സമയമെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതലായിട്ടൊരു പബ്ലിക് അറ്റൻഷൻ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ, മീഡിയാസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതിൽ ഒത്തിരി ഉയർച്ചകൾ കാണുന്നുണ്ട്. അതിനി സിനിമ സീരിയൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിങ്ങളുടേതായിട്ടുള്ളൊരു മാജിക്ക് ഈ ലോകത്തിന് മുമ്പിൽ നിങ്ങളുടെ ആ ഒരു മാജിക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ എക്സ്റ്റേണൽ വാലിഡേഷൻ അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യം, അതായത് മറ്റൊരാൾ പറയണം നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ വളരെ നല്ല കഴിവാണ്, നിങ്ങൾ വളരെ പ്രഗത്ഭരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പലരും അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് അവർക്കൊരു ഇന്ധനം ലഭിക്കുന്നത്. ആ ഒരു രീതിയിലല്ലാതെ നിങ്ങളുടെ ഇന്നർ വേൾഡിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്ക് ചെകഞ്ഞു നോക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ അറിയുന്ന മറ്റാരും ഇല്ല. പക്ഷെ പലപ്പോഴും ആളുകൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെന്താണെന്ന് മറ്റുള്ളവരുടെ അഭിപ്രായത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അങ്ങനെയല്ലാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാസമാണ്. അപ്പോൾ അതുകൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച, പ്രൊമോഷനും ശമ്പള വർധനവും കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയം എന്ന് പറയാം ജോലിയിൽ. അതായത് പ്രൊമോഷന് കാര്യങ്ങളിപ്പോൾ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മറ്റ് തരത്തിൽ അങ്ങനെയുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് അധിഷ്ഠിത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രമോഷന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊക്കെയുള്ളൊരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ വിജയസാധ്യതകൾ വളരെ ഏറി നിൽക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ പെർമനൻറ്റ് പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടെമ്പററി പോസ്റ്റിൽ കയറിയിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു ഗസ്റ്റ് ലെക്ചറാണ്, അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് പൊസിഷനിലേക്ക് ഒരു ഉദ്യോഗ കയറ്റം എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. പൊസിഷൻ പെർമനൻ്റ് ആവുന്ന ഒരു സാഹചര്യം, അത് ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിലാണെങ്കിലും ഒരു പെർമനൻറ്റ് പൊസിഷനിലേക്ക്, ഇപ്പോൾ പ്രൊബേഷനിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ജോലി പെർമനൻ്റ് ആയി എന്നുള്ളൊരു സന്തോഷ വാർത്ത കേൾക്കുന്ന സമയം ആയിരിക്കാം. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ പിന്നെ പറയുകയാണെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ഒരു വീട് വേണമെന്ന് ചിന്തിക്കുന്നവർ, ലോണ് കാര്യങ്ങൾക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോണിൻ്റെ അപേക്ഷ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ലോണ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു. അത് ധനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം, ഒരു വലിയ തുക നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്നതിനായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോൺ ലഭിക്കുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ പേജ് ഓഫ് സോഡ്സ് ആൻഡ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലപ്രദമായിട്ടുള്ളൊരു സമയമാണ്. റിസ്ക് എടുക്കുക എന്നുള്ളൊരു സാഹചര്യം ഈ ഒരു മാസത്തിലുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള റിസ്ക് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസ ലോൺ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് ചേരുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ചില ആളുകൾ കോഴ്സിന് ചേരുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ചേരുന്ന അതേ കോഴ്സായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇതിന് സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേരുന്നതായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പലരുടെയും വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഇന്ന ആളുടെ കുട്ടി ഇന്ന കോഴ്സിന് ചേർന്നു അങ്ങനെയൊക്കെ ഉള്ളത് നോക്കാതെ നിങ്ങൾക്ക് ശരിക്കും താല്പര്യം, നിങ്ങൾക്ക് അത്രയും ആഗ്രഹമുണ്ട് ഇന്നൊരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇന്നൊരു ഇത് പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം അതിൽ റിസ്ക് എടുത്ത് പോകും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോകാതിരിക്കുക. അത് പ്രത്യേകിച്ച് മാതാപിതാക്കളോടാണ് അത് പറയാനുള്ളത്. മറ്റൊരാളുടെ ഇതിന് നോക്കിയിട്ട് കുട്ടികളുടെ ഇഷ്ടമില്ലാതെ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പൊതുവെ ഈ ഒരു മാസം നിങ്ങൾ വളരെയധികം എല്ലാത്തിലും വളരെ ആകാംക്ഷഭരിതരായിരിക്കും. എല്ലാ കാര്യം മുന്നോട്ടേക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ പലതും അറിയാനുള്ള ആകാംക്ഷ കൂടുതലായിരിക്കും. അപ്പോൾ അത് പ്രായഭേദം തന്നെ അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ പുസ്തകങ്ങൾ ഒത്തിരി വായിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടാവും. വായനാശീലം വളരുന്ന സമയമാണ്. ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഒരു കാലത്ത് ഒത്തിരി വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യമൊന്നുമില്ല. അപ്പോൾ വായന വീണ്ടും ശീലമാക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ പുസ്തകങ്ങളുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കുന്നു എന്ന് തന്നെ പറയാം, ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഒരു എനർജിയാണ്. പിന്നെ സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഭാഗ്യം ഒത്തിരി കടാക്ഷിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ ഭാഗ്യം കടാക്ഷിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും പല പ്രവൃത്തികൾക്കും ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവ സാന്നിധ്യമുള്ളതായിട്ട് ഫീൽ ചെയ്യും. എന്ത് ചെയ്താലും അത് ഫലവത്താകുന്ന ഒരു സമയം. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം, അതായത് ആക്ഷൻ എടുക്കണം. അപ്പോൾ ചില നല്ല സമയമാണ്, ഭാഗ്യമുള്ള സമയമാണെന്നൊക്കെ ആളുകൾ പറയുമ്പോൾ ചില ആളുകൾ വെറുതെ ഇങ്ങനെ ഇരിക്കും, ഭാഗ്യം ഇങ്ങനെ ആകാശത്ത് നിന്ന് താഴേക്ക് വന്ന് വീഴും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ അത് സഫലമായിട്ടേ തിരിച്ചു കയറൂ എന്നുള്ളൊരു എനർജി. അങ്ങനെ ഒരു എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങിയ ഒരു ദൈവസഹായം ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൽ ഇറങ്ങി തിരിച്ച കാര്യത്തിൽ വിജയിച്ചിട്ടാണ് മുന്നോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് വൈദ്യം സഹായം അല്ലെങ്കിൽ മെഡിസിൻ എടുക്കാത്തവരായിരിക്കും, നാട്ടുവൈദ്യം അങ്ങനെയൊക്കെ നോക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ തീരെ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാത്തവർ ആരോഗ്യം ശ്രദ്ധിക്കുന്നത്, ടെസ്റ്റ് എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെക്കപ്പ്, മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ ഒരു നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകളെ സംബന്ധിച്ച് ഒരു ആത്മീയ പാതയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ പൂർണ്ണമായിട്ടും ആത്മീയതയിലും ദൈവകാര്യങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുക, അറിവ് നേടുക, മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഇതിലേക്ക് പോകാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണെങ്കിലും മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളോ യോഗ അതേപോലെയുള്ള കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നതും അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസം, അതായത് ഈ മാസം വളരെ ആത്മവിശ്വാസമുള്ളവരായിരിക്കും. നിങ്ങളുടെ ഒരു പ്രത്യേക തേജസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്ത് എല്ലാവർക്കും കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും നീതിക്കും ന്യായത്തിനും നിരക്കുന്ന തരത്തിലാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത്. ഒരു കാര്യത്തിലും ഒരു പക്ഷാഭേദം കാണിക്കുന്ന രീതി, പാർഷ്യാലിറ്റി ആരോടും ഇല്ലാതെ നിങ്ങൾ സത്യത്തിന് നിരക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് പറയുന്ന ആളുകൾ നിങ്ങളെ ചിലപ്പോൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സുഹൃത്തായതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കും എന്നുള്ള ചിന്തയിൽ, പക്ഷെ നിങ്ങൾ സത്യത്തിൻ്റെ കൂടെ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ ആ സൗഹൃദങ്ങൾ ശരിയായിട്ടുള്ള സൗഹൃദങ്ങളെ അല്ലായിരുന്നു, നിങ്ങളെ അവർ മുതലെടുക്കുന്നതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്
നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിന് സ്വസ്ഥത തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.